വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സപ്ലൈകോ വഴി വിൽക്കുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാൻ സർക്കാർ തലത്തിൽ ധാരണയായി. 25% വരെ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ശുപാർശ ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ആസൂത്രിത ബോർഡ് അംഗം ഡോക്ടർ രവിരാമൻ അധ്യക്ഷനായ വിദഗ്ധ സമിതി ഈ ആഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. വില കൂട്ടാൻ കഴിഞ്ഞ ഇടതുമുന്നണി യോഗം അനുമതി നൽകിയിരുന്നു എങ്കിലും സർക്കാരിൻ്റെ നവകേരള യാത്രയ്ക്ക് ശേഷം മതി എന്ന നിലപാടാണ് സപ്ലൈകോ സ്വീകരിച്ചത്. 2016-ലെയും 2021-ലെയും LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു അവശ്യ സാധനങ്ങളുടെ വില കൂട്ടില്ല എന്നുള്ളത്. ആ വാഗ്ദാനമാണ് ഇതോടെ ഇല്ലാതെയാകുന്നത്. നവകേരള യാത്ര അവസാനിച്ചാൽ ഉടൻ തന്നെ വില വർധനവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പ്രഖ്യാപനം വരും. ചെറുപയർ, വൻപയർ, ഉഴുന്ന്, വെളിച്ചെണ്ണ, ജയ അരി, മട്ട അരി, കുറുവ അരി, തുവരപ്പരിപ്പ്, കടല, മല്ലി, പഞ്ചസാര, മുളക്, പച്ചരി എന്നീ 13 ഉൽപ്പന്നങ്ങൾക്കാണ്